ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്കും കോൺഗ്രസിനും നിർണായകമാണ്. തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയിക്കുക എന്നതാണ് എൻ.ഡി.എയുടെ ലക്ഷ്യം. എന്നാൽ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് എൻ.ഡി.എയുടെ ആഭ്യന്തര സർവേ പറയുന്നത്. എൻ.ഡി.എയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള വോട്ട് വിഹിതത്തിൽ 1% മാത്രമായിരിക്കും വ്യത്യാസമെന്നാണ് സർവേയിൽ പറയുന്നത്. സർവേയിൽ എൻ.ഡി.എക്ക് തന്നെയാണ് നേരിയതെങ്കിലും മുൻതൂക്കമുള്ളത് എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടും ചെയ്തു. 2020 നേടിയ 125 നിന്ന് 130 എൻ.ഡി.എ സീറ്റ് നില ഉയർത്തും. പ്രതിപക്ഷത്തിന് 102 മുതൽ 107 വരെ സീറ്റുകളും മറ്റുള്ളവർക്ക് 2 മുതൽ 3 വരെ സീറ്റുകളുമായിരിക്കും ലഭിക്കുക. പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരകൾ. 2020 ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ പ്രകടനത്തിന്റെ ആവർത്തനമായിരിക്കും ജൻ സൂരജിന്റേത്. അന്ന് LJP ഒരു സീറ്റ് മാത്രം നേടിയെങ്കിലും നിരവധി മണ്ഡലങ്ങളിൽ JDUവിനെ തകർത്തു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് 65% പിന്തുണയും പ്രശാന്ത് കിഷോറിന് പിന്തുണയിൽ വർധനവും സർവേയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജൻ സ്വരാജ് പാർട്ടി ഏകദേശം 9% വോട്ടുകൾ നേടുമെന്ന് കണക്കാക്കപ്പെടുന്നു. 18 വർഷത്തിലേറെയായി മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള നിതീഷ് ഭരണവിരുദ്ധ വികാരം കുറവാണെന്ന് കോൺഗ്രസിന്റെയും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിതീഷ് കുമാറിന്റെ കീഴിൽ ഗ്രാമ കേന്ദ്രീകൃത വികസനം ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. JDU നിയമസഭാ കൗൺസിൽ അംഗമായ നീരജ് കുമാർ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുന്നതോ നടപ്പിലാക്കാൻ കഴിയുന്നതോ അല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും സർക്കാർ ജോലി നൽകുമെന്ന് തേജസ്വി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീക്കും 10,000 രൂപ ലഭിക്കുന്ന ജീവിക ദീദി പദ്ധതി തങ്ങളുടെ സർക്കാർ ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. NDA സർവേയിൽ പങ്കെടുത്തവരിൽ 31% പേർ മാത്രമാണ് നിതീഷ് കുമാറിന്റെ ഭരണകാലം മോശമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത്. നമ്മൾ മുൻപിലാണ്, പക്ഷേ പ്രശാന്ത് കിഷോറിന് ഏകദേശം 6 മുതൽ 7% വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും മറ്റൊരു മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കോൺഗ്രസ് ടിക്കറ്റ് സ്ഥാനാർത്ഥിയായ ശശന്ത് ശേഖർ പറഞ്ഞു. പ്രശാന്ത് കിഷോർ വളരെ മിടുക്കനാകാൻ ശ്രമിക്കുകയാണ്. തങ്ങളുടെ വോട്ട് വിഹിതം അടർത്തിയെടുക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കുമെന്നും ശശന്ത് കൂട്ടിച്ചേർത്തു. 2020 തെരഞ്ഞെടുപ്പിൽ NDA 125 സീറ്റുകൾ നേടിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യത്തിന് 110 സീറ്റുകളാണ് ലഭിച്ചത്. എന്നാൽ രണ്ട് സഖ്യങ്ങളും തമ്മിലുള്ള വോട്ട് വിഹിത വ്യത്യാസം വെറും 0.03% മാത്രമായിരുന്നു.